എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചയുടെ ഇടയിലാണ്. ലീഗിന് 4 മന്ത്രിസ്ഥാനം വേണം, 5 മന്ത്രിസ്ഥാനം വേണം, 4+ സ്പീക്കർ, ഇങ്ങനെയൊക്കെ കുറേ ചർച്ചകൾ നടക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഈ 63 മന്ത്രിമാരുള്ള കോൺഗ്രസ്സിന് കൊടുക്കുന്ന പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ എത്ര ലീഗിനുണ്ട് അർഹത? ലീഗിന് 4 കൂടുതൽ അർഹതയില്ല എന്ന എൻ്റെ കണക്കൂട്ടൽ. അടുത്തത്, ഘടകകക്ഷികൾ ഒറ്റയ്ക്കുള്ളവർ, ഇവരെല്ലാവരെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മാതിരി 2 വർഷമോ 3 വർഷമോ വെച്ച് മാറി മാറി വരുന്ന എന്തെങ്കിലും സിസ്റ്റം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായിട്ടും കെ രമയെ കുറച്ച് കാലത്തേക്കെങ്കിലും, ആദ്യത്തെ ഒരു 2 വർഷത്തേക്കെങ്കിലും കെ രമയെ സ്പീക്കറാക്കാം. അത് കഴിഞ്ഞാൽ അവിടെ അതുപോലെ ജനിച്ചു വന്ന മറ്റൊരാളെ സ്പീക്കറാക്കാം. അങ്ങനെ 2 വർഷം 3 വർഷമൊക്കെ ഉള്ള ഫോർമുലകൾ രൂപപ്പെട്ടാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളെ ഭിന്നിപ്പിച്ച എല്ലാവർക്കും ഏതെങ്കിലും സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും. അവർ അർഹതപ്പെട്ടതാണ് എന്ന് തോന്നലുണ്ട്. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, പറ്റുമെങ്കിൽ മാക്സിമം 2 ടേം, അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിസ്ഥാനത്തിന് കടിപിടി കൂടാൻ വരാതിരിക്കുക. അത് മുഖ്യമന്ത്രി ആയാലും കൊള്ളാം, പ്രധാനമന്ത്രി ആയാലും കൊള്ളാം, ഏത് സ്ഥാനത്തിരുന്നാലും മാക്സിമം 2 ഇയേഴ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കുക. അതുപോലെ MLA ആയിട്ടിരിക്കുന്നത്, ഈ നാട്ടിലെ ചെറിയ പ്രവർത്തകർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഇങ്ങനെ അധികാരസ്ഥാനത്തും കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, മാക്സിമം ഒരു MLA എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ 2 ടേംസ് ആണ് ശരി. ഇനി ഏറ്റവും കൂടിയതാ 3 ടേംസ്. അത് അടുത്ത പ്രാവശ്യം മുതലെങ്കിലും ആ ഒരു തീരുമാനത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അത് ഈ അണികളിൽ ഇപ്പോൾ ചാലക്കുടിയിൽ സനീഷ് കുമാർ MLA ആണ്, ഇപ്പോൾ 2ാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി മാക്സിമം വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കൊടുത്താൽ പോലും ഇവിടെ വളർന്നു വരുന്ന മറ്റുള്ള നേതാക്കൾക്ക് എത്ര ചാൻസ് കിട്ടും? അത് ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് സനീഷ് കുമാർ MLA കുറിച്ചൊന്നും പറഞ്ഞതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 5ഉം 6ഉം വർഷം ഒരു മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുക എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിലെ മറ്റുള്ള പ്രവർത്തകർക്കുള്ള അർഹതപ്പെട്ടത് തട്ടിയെടുക്കുന്നതിന് തുല്യമാണ്. അത് ഈ അധികാരത്തിലിരിക്കുന്നവർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊരു പുതിയ കീഴ്വഴക്കമാവും. ആ കീഴ്വഴക്കം താഴേക്കടിയിൽ വർക്ക് ചെയ്യുന്ന അണികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എന്ന തോന്നലാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടുള്ളത്, ഈ മന്ത്രിസഭ വന്നാൽ ആ മന്ത്രിസഭയിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. വെറുതെ വാരിക്കോരി കുറേ ഫ്രീ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇവരാരും ഒരു സ്വത്ത് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നുമല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര, അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഓഫറുകളൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. അത് ഓഫർ ചെയ്യുന്ന സമയത്തെ ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഒരു ഫ്രീ അല്ല ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ ലക്ഷണം. അവന് പൈസ കൊടുത്ത് പോകാനായിട്ടുള്ള കപ്പാസിറ്റി അവനെ വളർത്താമെന്നുള്ളതാണ്. ഒരു സ്ത്രീയ്ക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വിവേചനത്തിൻ്റെ അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ചൊരു സ്ഥാനം കൊടുക്കുന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഒരു പുരുഷന് തുല്യമായിട്ടുള്ള സ്ഥാനം എല്ലായിടത്തും കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്
ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ബഹുമതി. ഞാനും ഒരു പുരുഷനായതുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞത്. പിന്നെ അത്യാവശ്യമായിട്ട് പ്രവർത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. VD സതീശൻ്റെ പ്രസ്താവന കണ്ടു, ഇന്ന് പത്രങ്ങളിൽ തോന്നിയതാണ്. എസ്കോർട്ട് ഒഴിവാക്കുക. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ ഒരു എസ്കോർട്ടോടും കൂടി പോകാനായിട്ട് യാതൊരു അർഹതയില്ല. അതൊരു രാജാവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡൻറ്റോ ഒക്കെ. കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റീനെ ബാധിക്കും അത്. പക്ഷേ ഒരു സാധാരണ കേരളത്തിലൊരു മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിമാരോ ആരെങ്കിലുമൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ തല്ലി കൊല്ലാനായിട്ട് നടക്കുന്ന ജനമാണ് എന്നുണ്ടെങ്കിൽ എന്തിനാ അവർ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നണു ഉമ്മൻചാണ്ടിയൊക്കെ പരമാവധി അങ്ങനത്തെ അധികം എസ്കോർട്ടുകളൊന്നും ഇല്ലാതെ കഴിഞ്ഞ് ഒരു പോലീസ് വാഹനം എസ്കോർട്ടായിട്ട് ഉണ്ടാവുക, അതായത് നമ്മളെക്കാളും വിട്ടുകൊണ്ട് ഉള്ള ഒരു എക്സ്ട്രാ, അത് മാത്രമേ മാക്സിമം ആവശ്യമുള്ളൊരു മുഖ്യമന്ത്രിക്ക്. മറ്റുള്ള മന്ത്രിമാർക്ക് അതിൻ്റെ പോലും ആവശ്യമില്ല. അങ്ങനെയുള്ള എസ്കോർട്ടുകളെ പരമാവധി ഒഴിവാക്കാം. രണ്ടാമത്തത്, വഴി നീളെ പോലീസിനെ നിർത്തുന്ന, പ്രത്യേകിച്ചും ഈ ചൂട് സമയത്തൊക്കെ അവർ ആ ട്രാഫിക്കിനകത്തൊക്കെ നിന്ന് വിഷമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. കാര്യം സാലറി വാങ്ങിയിട്ടാണ് എങ്കിലും ഈ ഒരു ചൂട്ടത്ത് കുറച്ച് നേരം പോലും നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ ഇവർ ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ, പക്ഷെ അത് ആവശ്യമായതുകൊണ്ട് ഓക്കെ. പക്ഷേ അതിനെ നമ്മൾ ഈ പുറത്തിറങ്ങി നിന്നിട്ടുള്ള സിസ്റ്റത്തിനെ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരോട് നമുക്ക് ചെയ്യാവുന്ന സത്യസന്ധതയും ആത്മാർത്ഥതയും. അല്ലാതെ ഇപ്പോൾ മന്ത്രിമാരുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പോകുന്ന നേരത്ത്, ആഭ്യന്തരമന്ത്രി പോകുന്ന നേരത്ത് ഒക്കെ വഴി നീളെ നിന്ന് സല്യൂട്ട് അടിക്കാനായിട്ട്, അല്ലെങ്കിൽ വഴി നീളെ നിന്ന് പോലീസ് വണ്ടികൾ അറേഞ്ച് ചെയ്ത് നിർത്താനായിട്ട് ഉള്ള ശ്രമങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്. രണ്ടാമത്തത്, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഈവൻ പ്രതിപക്ഷ നേതാവിൻ്റെ പോലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഇവർക്ക് എൻ്റേതായിട്ടുള്ളൊരു നിർദ്ദേശമാണ് ഒരാളെ പേഴ്സണലായിട്ട് വയ്ക്കാം. അത് അവർക്ക് ഏറ്റവും ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയത്തിനകത്തോ അല്ലെങ്കിൽ ബന്ധുക്കളിനകത്തോ എവിടെ നിന്നായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇയാളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പേഴ്സണൽ സ്റ്റാഫ് ഒരാളെ പുറത്തുനിന്ന് വയ്ക്കുക. ബാക്കി പേഴ്സണൽ സ്റ്റാഫിനകത്ത് മാക്സിമം ഒരു 3 to 5 അവരുടെ ജോലി ഭാരത്തിനനുസരിച്ച് പേഴ്സണൽ സ്റ്റാഫിനെ വയ്ക്കുന്നത് നിലവിൽ ഗവൺമെൻറ് ജോലിക്കാരെ അവിടേക്ക് പോസ്റ്റ് ചെയ്യുക. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഏത് ഇതാണോ വഹിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ നമ്പറും പരമാവധി കുറയ്ക്കുക. അതിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിയനകത്തുള്ള ഇതിന് സപ്പോർട്ട് ചെയ്യാവുന്ന ആളുകളുണ്ടാവും. അങ്ങനെ സൗകര്യം അനുസരിച്ച് ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നേടിയെടുക്കാൻ പാകത്തിനുള്ള ആളുകളെ വയ്ക്കുമ്പോൾ തന്നെ അതിന് പൊതുജനത്തിൻ്റെ നികുതി പണങ്ങൾ അനാവശ്യമായിട്ട് ചിലവ് ചെയ്യാത്തൊരവസ്ഥയായിരിക്കും. അത് രണ്ടാമത്തെ കാര്യം. ഒന്ന് ഞാൻ പറഞ്ഞു, ഈ അകമ്പടി സേവിക്കൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. രണ്ടാമത്തത്, പേഴ്സണൽ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുക. അതിനേക്കാളൊക്കെ മുമ്പൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു കാലത്ത് ഈ കേരളം എന്ന് പറയുന്നത് 3 രാജാക്കന്മാർ അവരുടെ 1 or 2 മന്ത്രിമാർ, ഒരു മന്ത്രി ഒക്കെ ആയിട്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ്. അതായത് ഒരു 5 or 6 പേരെ കൊണ്ട് 10 താഴെയുള്ള നമ്പർ മുഖ്യമന്ത്രി അടക്കം ചെയ്യാവുന്ന ഒരു കാര്യത്തിന് നമ്മൾ 20ഉം 21ലേക്കും കയറിപ്പോണ മന്ത്രിമാരുടെ നമ്പർ പരമാവധി 14 നിയമസഭാ മണ്ഡലങ്ങൾ, 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒരു 14 മന്ത്രിമാരിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുക. മന്ത്രിമാരും സ്പീക്കറും അടക്കം അതേ, പ്രതിപക്ഷ നേതാവും അടക്കം അതേ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പ്രതിപക്ഷ നേതാവ്, എൻ്റെ ഉപപ്രതിപക്ഷ നേതാവ് അല്ല, സ്പീക്കർ
അടുത്ത അടുത്ത സ്പീക്കർ, മറ്റ് മന്ത്രിമാർ, ഇവരെല്ലാവരും കൂടിയിട്ട് മാക്സിമം നമ്പറാണ് ഞാൻ പറഞ്ഞ 14 എന്ന് പറഞ്ഞത്. അതില്ല എന്നുണ്ടെങ്കിൽ 1-2 പേരെ കൂടി കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെ മന്ത്രിസഭയുടെ എണ്ണം കുറയ്ക്കുമ്പോൾ തന്നെ ചിലവുകൾ കുറേ അധികം കുറയും. പിന്നെ അടുത്തൊരു കാര്യമാണ് മന്ത്രിമാർ കയറി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അസുഖക്കാരെയും ചികിത്സിക്കാനും വേണ്ടിയിട്ട് ഒരിക്കലും മന്ത്രിസഭയിൽ കയറ്റിയിരുത്തരുത്. ജനത്തിൻ്റെ പണം അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല. പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ളവരെയും പൂർണ്ണമായിട്ടും അതിനോട് ഏത് മേഖലയിലാണോ മന്ത്രിയാവുന്നത് അതിനകത്ത് ഒരു കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇത് ഒറ്റയടിക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാവധാനത്തിൽ ഇത് പ്രായോഗികമാക്കാൻ പറ്റാവുന്ന കാര്യമാണ്. അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരുടെ ക്വാളിറ്റി കൂടിയിരിക്കും. മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുക, മന്ത്രിമാരെ ആരോഗ്യവാന്മാരായിട്ടുള്ള മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക, അവർക്കൊക്കെ ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ കണ്ണി കണ്ടോണം അനാവശ്യമായിട്ട് ആസ്പത്രി ചെലവുകൾ അല്ലെങ്കിൽ മെഡിസിൻ ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതിയെടുക്കുന്നത്. അതുപോലെ തന്നെ ടെലഫോൺ സർവീസസ് ഇവിടെ നിസ്സാര പൈസയ്ക്ക് ഫുൾ സർവീസസ് കൊടുക്കണതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ടെലഫോണിനൊക്കെ ഇത്രയധികം പൈസ ചിലവാകുന്നത്? അനാവശ്യമായിട്ടുള്ള ചിലവുകളെ തുടക്കത്തിൽ ആദ്യമേ മുതൽ മന്ത്രിസഭയിൽ നിന്ന് തുടങ്ങി കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പൊതുജനത്തിൻ്റെ മുമ്പിൽ നികുതി വരുമാനം കൂട്ടാതെ പിരിച്ചെടുക്കേണ്ടതിനെ പിരിച്ചെടുത്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ചെലവുകളെ കുറയ്ക്കാമെന്ന് ഇപ്പം തന്നെ ഓരോ മാസം കടമെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പഴയ കടങ്ങളെ തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു നികുതി വരുമാനം ഇല്ലാതെ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് ചിന്തിക്കേണ്ട കാലമാണിത്. അതിന് ആദ്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കുക. നികുതി കുറയ്ക്കാനായിട്ടുള്ള ഈ ചിലവ് കുറയ്ക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് 1 by 1 ആയിട്ട്. അടുത്തതാണ് ചിലവ് കുറയ്ക്കാനായിട്ട് പിന്നെ ഒന്ന് ഈ മന്ത്രിമാരുടെ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുക. ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ ഇത്രയും നാളും വരെ കഴിഞ്ഞ സ്ഥലത്തിന് എന്ത് കുറവാണ് ഉണ്ടാവുക? അവരതുപോലെ ലക്ഷങ്ങൾ വാരി വെതറിയിട്ട് ഒരു നന്നാക്കല. ഇനി അടുത്ത ആൾ വരുമ്പോഴും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എങ്കിൽ അവിടുത്തെ കർട്ടനുകളോ അങ്ങനത്തെ എന്തെങ്കിലും വിരികളോ എന്തെങ്കിലും മാറണമെങ്കിൽ മാറാം. ഏറ്റവും കൂടിയത് ഒരു പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും. അതിനൊക്കെ വേണ്ട ചിലവുകൾ ഇന്ന് എത്ര വരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു 10-1 ആയിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് മന്ത്രിമാരും മന്ത്രിസഭയോട് ബന്ധപ്പെട്ടും ഉള്ള കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ അകമ്പടി സേവിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക. രണ്ടാമത്തത് നമ്മൾ അകമ്പടി ഇല്ലാതിരിക്കുക, ഒഴിവാക്കുക. രണ്ടാമത്തായിട്ട് വരുന്നത് പേഴ്സണൽ സ്റ്റാഫ് ഒരാളും പുതിയ നിയമനം ഇല്ലാതെ പേഴ്സണൽ സ്റ്റാഫിലെ നമ്പർ തീരെ കുറയ്ക്കുക. മൂന്നാമത്തത് ഹെൽത്തിന്, വീട് റിപ്പയറിങ്ങിന്, ടെലഫോണിന്, ചായ സൽക്കാരത്തിന് ഇങ്ങനെയൊക്കെയുള്ള ചിലവുകളെ പരമാവധി എത്ര നമുക്ക് കുറച്ച് കൊണ്ട് വന്നിട്ട് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇതൊക്കെ ചിലവ് ചുരുക്കലിൻ്റെ ഒരു വശമാണ്. അടുത്ത പടിയിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കൊച്ചു കേരളത്തിനകത്ത് എന്തുമാത്രം വികസന കോർപ്പറേഷനുകളുണ്ട്. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 150-ലധികം കോർപ്പറേഷനുകളാണ്. പി എസ് സി മെമ്പേഴ്സും പി എസ് സിയുടെ ഇതായിട്ട് വരുന്ന എത്ര നമ്പറാണ്? കട്ട് ഷോർട്ട് ദാറ്റ് നമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് ഒരാൾ അല്ലെങ്കിൽ 3 person, ദാറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഈ പി എസ് സി മെമ്പേഴ്സിനകത്ത്. ബാക്കിയുള്ളവരൊക്കെ എടുത്തു കളയുക. അതുപോലെ തന്നെ ഒരുപാട് കോർപ്പറേഷനുകളുള്ളതിനെ ഇവയെ എല്ലാത്തിനെയും കട്ട് ഷോർട്ട് ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം. ഇതൊക്കെ നടത്തിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷനുണ്ട്,
തെങ്ങ് വികസന കോർപ്പറേഷനുണ്ട്, നാളികേര വികസനം, പിന്നെ ഇനി എന്തൊക്കെ സാധനങ്ങളുണ്ട്, നാളികേരത്തിൻ്റെ തന്നെ പട്ടയ്ക്കും മടലിനും തേങ്ങയ്ക്കും ഒക്കെ കോർപ്പറേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. കൃഷി വകുപ്പുണ്ട്. ഇപ്പോൾ ഈ കൃഷി വകുപ്പ് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോർപ്പറേഷനുകളും സംവിധാനങ്ങളും നിർബന്ധമായിട്ട് എടുത്തു കളയുക. നമുക്ക് കൃഷി വളരെ ഇമ്പോർട്ടൻ്റാണ്. കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കാനും അതിനെ ഉയർത്തിക്കൊണ്ട് വരാനും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഇങ്ങനെ വഴി നീളെയുള്ള കോർപ്പറേഷനുകൾ കട്ട് തിന്നാൻ വേണ്ടി മാത്രമാണ്, എന്നിട്ട് യാതൊരു ഉപകാരവും. അതിൻ്റെ താഴേക്ക് വരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ. ഇങ്ങനത്തെ ചെലവ് ചുരുക്കൽ എന്നുള്ളത് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമായിട്ട് മന്ത്രിസഭ പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്തതാണ് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഉദാഹരണത്തിന് ഈ ചില കെട്ടിട നികുതിയൊക്കെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ നികുതി ഇതൊക്കെ കുറച്ച് കാണിച്ച് കാശ് കിട്ടുന്നതിന് പകരം നിങ്ങൾ ആ പെർസെൻറ്റേജ് ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ ലാൻഡ് പെർസെൻറ്റേജ് 10% ടാക്സ് എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ വിലയുടെ 4/1 10/1 പോലും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് 1% ലാൻഡ് ടാക്സ് വയ്ക്കുക. എന്നിട്ട് ഒറിജിനൽ വില കാണിക്കാവുന്ന രീതിയിൽ ആ സത്യസന്ധത എല്ലായിടത്തും കീപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ആ നികുതി സിസ്റ്റത്തിനെ ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഏറ്റവും ആദ്യമായിട്ട് പുലർത്തേണ്ട ഒരു കാര്യമാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് എല്ലാറ്റിനകത്തും കട്ട് തിന്നാനും കൈയിട്ട് വാരാനും മാത്രമുള്ളതായിട്ട് അതമ്പതിച്ച് പോയതാ ഇന്നത്തെ രാഷ്ട്രീയം ഇത്രയും അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. അതിന് മാറ്റം വരുത്താനായിട്ട് ഈ പുതിയ മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ഇങ്ങനെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ നികുതികൾ കൃത്യമായിട്ട് പിരിച്ചെടുക്കേണ്ടത് പിരിച്ചെടുക്കുക, ഓവറായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറച്ചുകൊണ്ട് വരാം. ഏതൊക്കെ മേഖലകളിലാണോ നമുക്ക് നഷ്ടം വരുന്നത് അത് പിടിച്ചു വാങ്ങാനുള്ളത് പിടിച്ചു വാങ്ങുക. കൃത്യമായിട്ട് നികുതിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം ചെലവുകളെ പരമാവധി ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഈ മദ്യത്തിനോടും ഇതിനോടൊക്കെയുള്ള സ്റ്റേജുകൾ. മദ്യം ഒരിക്കലും നിരോധിക്കാമെന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒന്നും പ്രായോഗികമായിട്ടുള്ളതല്ല. എൻ്റെ കാഴ്ചപ്പാടിനകത്ത് മദ്യമോ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ മുഴുവനായിട്ടുള്ള ഫ്രീഡം കൊടുക്കുക, അതിന്മേന്നൊരു വരുമാന മാർഗമായിട്ട് കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലോട്ടറി ഒക്കെ കുഴപ്പമില്ല, പക്ഷേ ലോട്ടറീനെയും കുറേ കൂടി സുതാര്യമാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിനകത്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇടയിൽ ആ പ്രതിച്ഛായ ഇനിയും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്നുള്ള 102 എന്നുള്ളത് അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ അതൊരു 125 എത്തിക്കാൻ വേണമെന്ന് ശ്രമിച്ചാൽ കഴിയും. കാരണം സമൂഹം അത്രയധികം ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ളതാണ് എന്ന് ഇന്നത്തെ റിസൾട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഞാൻ ആരെയും ഉദാഹരണ സഹിതം എടുത്ത് കാണിക്കണില്ല, പക്ഷേ ഇത്രയും UDFൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന പോലെ കാണിച്ചപ്പോഴും UDFൻ്റെ പല സ്ഥാനാർത്ഥികളും തോറ്റുപോയിരിക്കുന്ന അനുഭവമുണ്ട്. അതിനകത്ത് ചിലരൊക്കെ അർഹതപ്പെട്ടതാ, അത് അവിടുത്തെ ജനം തിരിച്ചറിയണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കേഡർ പാർട്ടി ആയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്രയധികം കേഡർ വോട്ടുകൾ തന്നെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും അവിടെ തോൽക്കില്ല എന്ന് കരുതപ്പെടുന്ന പല സ്ഥലങ്ങളിലും തോൽപ്പിക്കാനായിട്ട് ഇവർ സ്ഥാനാർത്ഥികളോ UDFോ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതിരുന്ന പല സീറ്റുകളിലും ഇവരെയൊക്കെ ജനം ജയിപ്പിച്ച് വിട്ടതിൻ്റെ പിന്നിൽ ഈ പഴയ മന്ത്രിസഭയും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന രാഷ്ട്രീയവും കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളുടെ തിരിച്ചറിവാണ്. അത് ആ ജനത്തിൻ്റെ തിരിച്ചറിവ് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. പൊതുജനം കഴുതയാണ് എന്നൊക്കെ നമുക്ക് പലപ്പോഴും പറയുമെങ്കിലും അവനാകെ പ്രതികരിക്കാൻ കിട്ടുന്നത് ഈ ഒരു വോട്ടിലാണ്. ആ വോട്ടിലൂടെ അവൻ അത്രയും വ്യക്തമായിട്ട് പ്രതികരിച്ചു കണ്ടു. അതിന് കേരള സമൂഹത്തിലെ പ്രബുദ്ധരായ ജനത്തോട് നന്ദി. അവരുടെ ഇതിനെ
പ്രത്യേകമായിട്ട് അഭിനന്ദനം അർഹിക്കണം. ഒപ്പം ഈ ജനം ഇനിയൊരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഈ വരാൻ പോകുന്ന മന്ത്രിസഭയ്ക്കും ഈ UDFനും എതിരെ ഇതിനേക്കാളും വലിയ തരംഗമായിട്ട് തിരിച്ചു വരുമെന്ന തിരിച്ചറിവ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഉണ്ടാവണം. അല്ലാതെ ഇതിൻ്റെ അവസാനത്തെ അടുത്ത ഇലക്ഷൻ്റെ സമയത്ത് അവസാനത്തെ ഒരു 3 മാസം 4 മാസം ഒന്നും ഓടിക്കതച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ വല്ല പ്രളയമോ വല്ല നിപ്പയോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള ഒരു പ്രതിസന്ധി സമൂഹത്തിന് നേരിടണം. സമൂഹം പാനിക്കാവണം. അവർക്ക് ശ്രദ്ധിക്കാനും ഇത് ചെയ്യാനും കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരവസ്ഥയിലേക്ക് വന്നു ചേർന്നാലല്ല എങ്കിൽ, നല്ല രീതിയിലല്ല എങ്കിൽ തിരിച്ചും ഇതിനെ ഇരട്ടി പ്രതികരിക്കാൻ കഴിവുള്ള സമൂഹമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേരണം. ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ലക്ഷ്യമാക്കിയിട്ട് അഴിമതിരഹിതമായിട്ടുള്ള സ്വജനപക്ഷപാതമില്ലാത്ത ഒരു നല്ല മന്ത്രിസഭ കാണാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും UDFിലെ ഓരോ നേതാക്കൾക്കും ഓരോ ഘടകകക്ഷികൾക്കും വരാനിരിക്കുന്ന മന്ത്രിമാർക്കും പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിക്കും എല്ലാവിധ ഭാവുകങ്ങളും നന്മയും നേരുന്നു. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.